ഇന്ന് സമൂഹം എത്തി നിൽക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അക്രമവാസന, കുടുംബത്തിലുള്ള ബന്ധങ്ങളുടെ തകർച്ച, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അത് ഉപയോഗിച്ചിട്ട് സമൂഹത്തെയും കുടുംബത്തിനെയും സർക്കാരിനെയും എല്ലാം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ വെറും ഒരു സാമ്പത്തിക തകർച്ച മാത്രമല്ല നമ്മുടെ മുന്നിൽ കാണുന്നത്. നമ്മൾ അതിനോടുകൂടി സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു തകർച്ച കൂടി കാണുന്നുണ്ട്. ഇതൊന്നും തന്നെ ഒറ്റപ്പെട്ട ഒരു കമ്പാർട്ട്മെൻറ്റുകളല്ല, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് കഴിഞ്ഞാൽ ഒരു മൂല്യനിരാസത്തിൻ്റെ പ്രശ്നം ഇവിടെയുണ്ട്. നമ്മൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ, മൂല്യങ്ങളെ ഒക്കെ നമുക്ക് തകർക്കാൻ എളുപ്പമാണ്, ചോദ്യം ചെയ്യാനും തകർക്കാനും എളുപ്പമാണ്. പക്ഷേ അതിന് പകരം നിൽക്കാനുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അത് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാർ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സമൂഹത്തിലുണ്ടാക്കുന്ന ഛിദ്രം, ആ ഛിദ്രം ആണ് ഈ അവസ്ഥയ്ക്കുള്ള കാരണം. ഉദാഹരണത്തിന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തകർച്ച നമ്മളിപ്പോൾ പറയുകയുണ്ടായി. നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം നിലവാര തകർച്ച നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിനെല്ലാം കാരണമായിട്ടുള്ള നടപടികൾ ഇതൊന്നും ഒരു ദിവസം പെട്ടെന്നുണ്ടായിട്ടുള്ളതല്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു പോന്നിരുന്ന നയപരിപാടികളുടെ എല്ലാം ഒരു ഫലമായിട്ട് അന്തിമമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അല്ലാതെ ഒടുക്കം ഇരുന്നവൻ കട്ടിലൊടിച്ചു എന്ന് പറയുന്നത് പോലെ സംഭവിച്ചൊരു കാര്യമല്ല അത്.